നമസ്കാരം. കൃഷ്ണാരിപത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് മത്സ്യമൂർത്തിയായിട്ടാണ് വിളങ്ങുന്നത്. മത്സ്യമൂർത്തിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചോദ്യോത്തരങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ടല്ലോ ബാക്കിയായിട്ട്. അതുകൊണ്ടാണ് ഇന്നും ചോദ്യോത്തരങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം. സിന്ധു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഗുരുവായൂർ അമ്പലത്തിൽ വിവാഹം ഷീട്ടാക്കണം. ഷീട്ടാക്കാൻ 700 രൂപയാണ് ദേവസ്ഥയിലേക്ക് അടയ്ക്കേണ്ടത്. രാവിലെ, അതായത് ഏത് ദിവസമാണോ വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തലേ ദിവസം വരെ 2 മാസം മുമ്പ് തൊട്ടും നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പം അന്നത്തെ ദിവസം വന്ന് അന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആരും ചെയ്യാറില്ലല്ലോ. തലേ ദിവസം തന്നെ വന്നിട്ട് ബുക്ക് ചെയ്യാറാണ് പതിവ്. 2 മാസം മുമ്പ് തൊട്ടേ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണ്ടു. 2 മാസം മുമ്പ് തൊട്ട് തലേ ദിവസം വരെ ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫി വേണം എന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഒരു ഷീട്ടും കൂടി എടുക്കേണ്ടി വരും. അതിനും ഈ പറഞ്ഞ 700 രൂപ തന്നെയാണ് ദേവസ്ഥയിലേക്ക് അടയ്ക്കേണ്ടത്. അവരപ്പം നമുക്ക് തരിക ഒരു മുഹൂർത്തം എപ്പോഴാണെന്ന് ചോദിക്കും. വരൻ്റെയും വധുവിൻ്റെയും പേര് ചോദിക്കും. ഈ മുഹൂർത്തം ഏത് സമയത്താണോ വരുന്നത്, ഇപ്പോൾ രാവിലെ 10:25 മുഹൂർത്തം എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് തരുന്നത് 10 to 11 എന്ന ആ ഒരു ടൈം സ്ലോട്ടാണ്. കാരണം നാലമ്പലത്തിനകത്ത് നട അടച്ചിരിക്കുന്ന സമയത്ത് വിവാഹം നടത്താറില്ല. അപ്പം നട തുറക്കാനുള്ള ഒരു സമയം ഇങ്ങനെ പോയാലും നട അടച്ചാലും ഒരു തവണ നടയടച്ചാൽ നട തുറക്കാൻ ഒരു 20-25 മിനിറ്റേ എടുക്കുള്ളൂ മാക്സിമം. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള സമയം എന്ന രീതിയിൽ 10 to 11 നമുക്ക് തരുന്ന ടൈം സ്ലോട്ട്. ആ ടൈം സ്ലോട്ടിൽ അവിടെ ഉണ്ടാവണം എന്നേ ഉള്ളൂ. നമുക്ക് തുളസി, അപ്പോൾ മണ്ഡപത്തിലേക്ക് കയറാം, തുളസിമാല പരസ്പരം അണിയിക്കാം, കുങ്കുമം അണിയിക്കാം, പ്രദക്ഷിണം, അതായത് കൈ പിടിച്ച് വിളക്കിന് ചുറ്റും പ്രദക്ഷിണം വെക്കാം, അവിടെ നിന്ന് നോക്കി ശ്രീലകത്തേക്ക് തൊഴാം. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചടങ്ങ് വരുന്നത് കേട്ടോ. ഭാഗ്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, പലകപ്പുറം തെളിയിക്കൽ എന്നൊരു വഴിപാട് ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുമെന്ന്. അങ്ങനൊരു വഴിപാടുണ്ട് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ പലകപ്പുറം തെളിയിക്കലിന് 20,000 രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നാലമ്പലത്തിന് അകത്തേക്ക്, അതായത് ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടത്തിൻ്റെ ഇരുവശത്തുമായിട്ടുള്ള വിളക്ക് മാടങ്ങളിൽ വിളക്ക് തെളിയിക്കുന്ന ആ ഒരു വഴിപാടിനെയാണ് പലകപ്പുറം തെളിയിക്കൽ എന്ന് പറയുന്നത്. ഇരുവശത്തും ഉള്ള ആ ഫ്രണ്ട് ഏരിയയിൽ മാത്രം ഇരുവശത്തും വിളക്ക് തെളിയിക്കുന്നതിനെയാണ് പലകപ്പുറം തെളിയിക്കൽ എന്ന് പറയാം കേട്ടോ. സന്ധ്യാസമയത്ത് ദീപാരാധനയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഇരുവശത്തും വിളക്ക് തെളിയിക്കും. അത് ഓരോ ഭക്തജനങ്ങളുടെ വഴിപാടായിട്ടാണ്. രാത്രിയിൽ വേറെ, ചുറ്റുവിളക്കിന് വേറെ തെളിയിക്കലുണ്ട്. ഇത് സന്ധ്യയ്ക്ക് തെളിയിക്കുന്നതിനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇനി അതെന്തിനു വേണ്ടിയിട്ടാണ് ചീട്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലേ, അത് ഭക്തൻ്റെ ഇഷ്ടം. സുഷമ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഞാൻ വായിക്കാം കേട്ടോ. മെയ് 8 ഞാൻ കണ്ണനെ കാണാൻ വന്നിരുന്നു. ജൂൺ 3 ഗുരുവായൂർ സ്വപ്നം കണ്ടു. നെയ്വിളക്ക് ഷീട്ടാക്കാൻ ആയിട്ടാണ് സ്വപ്നം കണ്ടത്. നല്ലതിനാണോ എന്ന് എനിക്ക് തോന്നണ ഗുരുവായൂരപ്പനെ കുറിച്ചും ഗുരുവായൂരിനെ കുറിച്ചും എന്ത് സ്വപ്നം കണ്ടാലും നല്ലത് തന്നെയാണെന്നാണ്. ഇനി നെയ്വിളക്ക് ഷീട്ടാക്കണമെന്ന് സ്വപ്നം കണ്ട സ്ഥിതിക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിക്കോളൂ. 10 രൂപയാണ് മിനിമം നെയ്വിളക്ക് ഷീട്ടാക്കാൻ വേണ്ടത്. 10ൻ്റെ ഗുണിതങ്ങളായിട്ട് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും നമുക്ക് നെയ്വിളക്ക് ഷീട്ടാക്കാൻ സാധിക്കും. 1000 രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഒരാൾക്ക് കേട്ടോ. ഗീതാകുമാർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പനെ ഉള്ളിൽ കയറി തൊഴുത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന അവിടെയാണോ മണിക്കിണർ ഉള്ളത് എന്ന്, ഇറങ്ങുന്ന അവിടെ തന്നെയാണോ താമരക്കണ്ണനും ഉള്ളത് എന്നാണ് കേട്ടോ. താമരക്കണ്ണൻ ഉണ്ടായിരുന്ന ഭാഗം മണിക്കിണറിന് അടുത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം മണിക്കിണറിൻ്റെ അവിടേക്കുള്ള പ്രവേശനം എല്ലാ സമയത്തും സാധ്യമാവില്ല. അവിടെ ഗേറ്റ് അടച്ചിടാറുണ്ട്. അങ്ങനെ ഗേറ്റ് അടച്ചിടുന്നത് കൊണ്ട് തന്നെ പല ഭക്തജനങ്ങൾക്കും കാണാൻ സാധിക്കാതെ അവർ ശരിക്കും കരയുന്നൊരവസ്ഥയിലേക്കൊക്കെ എത്താറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാറ്റിയിട്ട് വടക്ക് വശത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. വടക്ക് വശം എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ആ വാതിലിൻ്റെ അവിടെ ആ ഓവിനോട് ചേർന്ന് അതിൻ്റെ ഓവിൻ്റെ ആ ഒരു ചുമരുണ്ടല്ലോ, ആ ചുമരിൽ വലതുവശത്തായിട്ടാണ്, നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ വലതുവശത്തായിട്ടാണ് കാണാൻ സാധിക്കുക താമരക്കണ്ണനെ. ഇനി മണിക്കിണർ വരുന്നത് എവിടെയാണെന്ന് ഇപ്പോൾ പറയുക, നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ച് മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് സോപാനത്തിലേക്ക് നമ്മൾ വരുന്ന സമയമാണെങ്കിൽ നമ്മളുടെ കൈയിൻ്റെ വലതുവശത്തായിട്ട് ഗ്രില്ലിട്ട ഒരു ഏരിയ കാണാൻ പറ്റും.
നിങ്ങൾ കിണർ എന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കുമ്പോൾ കൈവരിയോട് കൂടി പ്രതീക്ഷിക്കരുത്. കൈവരി ഇല്ലാത്ത കിണറാണ് എന്ന് മനസ്സിലാവാൻ അവിടെ ബക്കറ്റ് കോരാനുള്ള ആ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ടായിരിക്കും. അത് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം കൈവരി ഇല്ലയെന്ന് മാത്രമല്ല, ശരിക്കും കരിങ്കല്ല് പാവിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് കിടക്കുന്ന കണ്ട അവിടെയാണ് കിണറുള്ളത്. അത് നമുക്ക് കാണാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഫുള്ളായിട്ട് ഈ ഒരു കമ്പി വേലി പോലെ തിരിച്ച് കെട്ടിയിട്ടുണ്ട്. അതാണ് നമുക്ക് കാണാനുള്ള അടയാളം കേട്ടോ. അപ്പോൾ ഇനി വരുന്ന സമയത്ത് നോക്കിക്കോളൂ, മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് സോപാനത്തിൻ്റെ അവിടേക്ക് പോകുമ്പോൾ നമ്മുടെ കൈയിൻ്റെ വലതുവശത്തായിട്ട് കാണും. രശ്മി സുരേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, നാരായണായ നമ എന്ന് ചൊല്ലുന്നതിന് ശുദ്ധങ്ങൾ നോക്കേണ്ടതുണ്ടോ എന്ന്. ഇല്ല, പ്രണവം കൂട്ടുമ്പോഴാണ് അങ്ങനെ ശുദ്ധം നോക്കേണ്ടത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഓം നമോ നാരായണ എന്ന് ഓം കൂട്ടുമ്പോഴാണ് നമ്മൾ ശുദ്ധമായിട്ട് തന്നെ ചൊല്ലണം എന്ന് പറയുന്നത്. നാരായണായ നമ എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ശുദ്ധം നോക്കണമെന്ന് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പേരറിയാത്തൊരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഉദ്ധവർ ആരാണ്, അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പറയുമോ? അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒരു എപ്പിസോഡ് മുഴുവനായിട്ടും പറയേണ്ടതായിട്ട് വരും. അത്രയും അധികം ഉണ്ട് പറയാൻ. ചുരുക്കി പറയാം ഞാൻ. ഉദ്ധവരാണ് ഉഗ്രസേന മഹാരാജാവിൻ്റെ മന്ത്രിപദം അലങ്കരിച്ചിരുന്നത്. അതായത് കംസവധത്തിന് ശേഷം മധുരാപുരിയുടെ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ദ്വാരകയുടെയും മന്ത്രിസ്ഥാനം അലങ്കരിച്ചിരുന്നത് ഉദ്ധവരാണ്. ഭഗവാൻ പറയുന്നുണ്ട്, ഭക്തരിൽ ഉദ്ധവൻ ഞാനാണ് എന്ന്. അപ്പോൾ ഏറ്റവും ഭക്തോത്തമനാണ് അദ്ദേഹം എന്നും പറയുന്നുണ്ട്. വ്യാഴാചാര്യൻ്റെ ശിഷ്യനാണ് അദ്ദേഹം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഭരണപരമായ കാര്യങ്ങളിലെല്ലാം ഉദ്ധവരാണ് അവിടുത്തെ ഒരു അവസാന വാക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഉദ്ധവരെ കുറിച്ച് ഭാഗവതത്തിൽ നിറയെ പറഞ്ഞിട്ടുണ്ട്. ഉദ്ധവ ഉപദേശമുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ടായിരിക്കും. നമുക്ക് ഉദ്ധവരുടെ കഥയായിട്ട് തന്നെ അനുസ്മരിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സുനിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഓഗസ്റ്റ് 15 ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുമോ എന്ന്. ഇല്ല കേട്ടോ. പബ്ലിക് ഹോളിഡേയ്സിനൊന്നും തന്നെ ഇവിടെ ഉദയാസ്തമന പൂജ പതിവില്ലാത്തതാണ്. കാരണം ഭക്തജനത്തിരക്ക് കൂടും എന്നുള്ളത് കൊണ്ട് തന്നെ അന്ന് ഉദയാസ്തമന പൂജ വെച്ചാൽ കൂടുതൽ നേരം വരിയിൽ നിൽക്കേണ്ടി വരും ഭക്തജനങ്ങൾക്ക് എന്നുള്ളത് കൊണ്ട് ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം എല്ലാ പബ്ലിക് ഹോളിഡേയ്സിനും അതുപോലെ സൺഡേസിനൊന്നും ഈ ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. പ്രണവ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ഭഗവാന്റെ ഉരൽപ്പുര എവിടെയാണെന്ന്. ഉരൽപ്പുര എവിടെയാണെന്ന് പറയുന്നതിന് മുൻപായിട്ട് ഉരൽപ്പുര എന്താണെന്ന് പറയണമല്ലോ. ശ്രീ ഗുരുവായൂരപ്പന് എല്ലാ ദിവസവും അപ്പവും അടയും ഒക്കെ നേദിക്കലുണ്ട് അത്താഴ പൂജയ്ക്ക്. ഇതിന് വേണ്ടുന്ന അപ്പവും അടയും ഒക്കെ തയ്യാറാക്കാൻ വേണ്ടുന്ന അരി പൊടിച്ചുണ്ടാക്കുന്ന സ്ഥലത്തിനെയാണ് ഉരൽപ്പുര. ഉരലിലിട്ട് കുത്തി അരി പൊടിയാക്കുന്ന സ്ഥലം, അതാണ് ഉരൽപ്പുര. ഇനി ഉരൽപ്പുര എവിടെയാണെന്ന് ചോദിച്ചാൽ പടിഞ്ഞാറ് വശത്താണ് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പടിഞ്ഞാറ് നടയിലൂടെ പുറത്തേക്ക് കിടക്കുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഇടതുവശത്തായിട്ടാണ് ഉരൽപ്പുര കാണാൻ സാധിക്കുക. അവിടെ കുറേ അമ്മമാരെ ഗുരുവായൂരപ്പൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് ആ ഒരു അരിപ്പൊടി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. ഗീത എസ് എന്നൊരു ഭക്തയും ഭാഗ്യ എന്ന ഭക്തയും ചോദിച്ചിട്ടുണ്ട്, സവിതയ്ക്ക് നാരായണീയം ക്ലാസ് എടുത്തുകൂടെ എന്ന്. അപ്പോൾ അതിൽ ഭാഗ്യ പറഞ്ഞിട്ടുണ്ട്, ആചാര്യല്ല, അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത് എന്ന്. ഞാനത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആചാര്യമല്ല, എനിക്ക് സംസ്കൃതം അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. നാരായണീയം മുഴുവനായിട്ടും പഠിച്ചിട്ടില്ല. നാരായണീയം പഠിക്കാൻ ഗുരുവായൂരപ്പൻ അവസരം തരട്ടെ, വിശദമായി പഠിക്കാൻ. ഞാൻ നാരായണീയത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ടാണ് കുറേ ആളുകൾ എന്നോട് അങ്ങനെ ചോദ്യം ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ നാരായണീയം എനിക്ക് പ്രത്യക്ഷത്തിൽ ഭഗവാനാണ്, എനിക്ക് എൻ്റെ ജീവിത അനുഭവമാണ് നാരായണീയം. അപ്പോൾ അത് പ്രചരിപ്പിക്കാൻ എനിക്കൊരു മടിയില്ല. നാരായണീയം കൊണ്ട് നമുക്ക് എന്തും സാധ്യമാണ്, അങ്ങനെ പറയാൻ എനിക്ക് ഒരു മടിയില്ല. പക്ഷെ നാരായണീയം പറഞ്ഞു തരാൻ മാത്രമുള്ള അറിവ് എനിക്കില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടെങ്കിൽ നാരായണീയം എനിക്ക് പറഞ്ഞു തരാറാവട്ടെ ഗുരുവായൂരപ്പൻ ഏതെങ്കിലും കാലത്ത്, വർഷങ്ങൾക്ക് ശേഷം അത് ശരിയാക്കി തരട്ടെ അല്ലേ. അടുത്ത ചോദ്യം, പേര് മനസ്സിലാവാത്തൊരു ഭക്ത, ജിമീന്നാണോ സംശയം കേട്ടോ, എനിക്കറിയില്ല. പേര് മനസ്സിലാവാത്തൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, നിറമാല വഴിപാട് എന്താണ് എന്ന്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2 തരത്തിലുള്ള നിറമാലയുണ്ട്. ചെറിയ നിറമാലയുണ്ട്, വലിയ നിറമാലയുണ്ട്. ചെറിയ നിറമാല 300 രൂപയാണ്, വലിയ നിറമാലയ്ക്ക് 8000 രൂപയാണ്. നിറമാല എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്ത് ദീപാരാധനയുടെ സമയത്ത്
നിറയെ മാലകൾ കൊണ്ട് അലങ്കരിക്കുന്ന ആ ഒരു ചടങ്ങിനെയാണ് കേട്ടോ പറയുന്നത്. നമ്മൾ നാലമ്പലത്തിനകത്തേക്ക്, ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടത്തിൻ്റെ മുകൾ വശം തുടങ്ങി നാലമ്പലത്തിനകത്ത് നിറയെ മാലകൾ കൊണ്ട് അലങ്കരിക്കുന്നതിനെയാണ് നിറമാല എന്ന് പറയുന്നത് കേട്ടോ. ചെറിയ നിറമാലയ്ക്ക് 300 രൂപയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള മാല നമ്മുടെ വകയായിട്ട്. വലിയ നിറമാല എന്ന് പറയുന്നത് നാലമ്പലത്തിനകത്ത് കാണുന്ന അലങ്കാരങ്ങളൊക്കെ, എല്ലാ മാലകളും നമ്മളുടെ വക. അതുപോലെ തന്നെ അവിടെ സ്പെഷ്യലായിട്ട് വിളക്ക് വയ്ക്കും. നാലമ്പലത്തിനകത്ത് ചില സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും നിറയെ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ഹൈറ്റുള്ള ഒരു വിളക്ക് കത്തിച്ച് നിറച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വലിയ നിറമാലയുടെ ആ ഒരു പ്രസാദം എന്നല്ല, ആ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി വലിയ നിറമാല 8000 രൂപയ്ക്ക് ഷീട്ടാക്കിയാൽ ഏതെങ്കിലും തരത്തിൽ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ എന്നാണ് അടുത്ത ചോദ്യം വരിക കേട്ടോ. അങ്ങനെ ഒരു പ്രിവിലേജും ഇല്ല. വലിയ നിറമാല ഷീട്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ആ ഒരു സന്ധ്യാസമയത്ത് നിറയെ ദീപങ്ങൾ കത്തിച്ചു വയ്ക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. പുതിയ പുതിയ കഥകളുമായിട്ട് അടുത്ത ദിവസം വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ. ഇനി ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ആവാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോളൂ. എൻ്റെ വാട്സപ്പ് നമ്പർ 9074501193 എന്നുള്ളതാണ്. 9074501193 ഇതാണ് കേട്ടോ നമ്പർ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം അല്ലേ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവ ദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.